നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. പ്രകോപനമുണ്ടായിട്ട് കൂടി പോലീസ് ആ രീതിയിൽ തിരിച്ചു പെരുമാറുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിലേക്ക്. ജോസി ബാബു കോട്ടയത്ത് നിന്ന്. ജോസി, എന്താണ് ഏറ്റുമാനൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണോ? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് കാണുന്നു. പ്രവർത്തകർ എങ്ങനെ സഹകരിക്കുന്നുണ്ട്? എന്താണ് സംഭവിക്കുന്നത്? ഏറെ നേരമായി നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ ഇപ്പോഴും ഏറ്റുമാനൂരിൽ തുടരുകയാണ്. മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നതിന് ശേഷം തിരികെ എത്തിയ പ്രവർത്തകർ റോഡിന്റെ മധ്യഭാഗത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഏറ്റുമാനൂർ നഗരമധ്യത്തിലിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നഗരമധ്യത്തിൽ MC റോഡ്, അതോടൊപ്പം തന്നെ ഏറ്റുമാനൂർ ഭാഗത്തേക്കും യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കും പോകുന്ന റോഡുകൾ ഉപരോധിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. റോഡ് ഉപരോധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇതിനിടെ പോലീസുമായി പ്രവർത്തകർ കയ്യാങ്കളി ഉണ്ടാകുകയും ചെയ്യുന്നു. കോട്ടയത്തെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളെ റാഷ്മ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മുൻ ജില്ലാ പ്രസിഡന്റ് ചിന്തൂക്കരൻ അടക്കമുള്ളവരുമായി ഇപ്പോൾ പോലീസ് വലിയ ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യമാണ്. സംഘർഷാവസ്ഥ ഇപ്പോഴും നഗരത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. നേരത്തെ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സമാനമായ സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ഏകദേശം 1 മണിക്കൂറായി ഈ മന്ത്രിയുടെ ഓഫീസിലെ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിക്കുകയും പിന്നീട് ബാരിക്കേഡ് മറിച്ചിടാൻ നോക്കുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിന്നീടും യൂത്ത് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. തുടർന്ന് മന്ത്രിയുടെ ഓഫീസിന്റെ പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ റോഡിന്റെ മധ്യഭാഗത്തിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പ്രധാന പാതയിൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പോലീസ്. അത് ഏറ്റുമാനൂരിലാണ്, കോട്ടയത്താണ്. ദേവസ്വം മന്ത്രി VN വാസവന്റെ വസതിയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് അവിടെ മാർച്ച് നടത്തിയത്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ വലിയ പ്രവർത്തക പങ്കാളിത്തം യുവമോർച്ചയുടെ മാർച്ചിലുണ്ട്. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പക്ഷേ പ്രവർത്തകരിപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. പോലീസ് വാഹനം തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയും പോലീസിനെതിരെ വടിയും കല്ലുമൊക്കെ വലിച്ചെറിഞ്ഞും പരമാവധി പ്രകോപനമുണ്ടാക്കുന്നുണ്ട് പ്രവർത്തകർ. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത് ഒരു സംഘർഷ സാഹചര്യം ഇപ്പോഴും മാറിയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ആകാംക്ഷ. സനൂപ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സനൂപ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി? RB സനൂപുണ്ട്. സനൂപ്, അവിടെയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നുണ്ടോ? എന്തായിരിക്കും പ്രവർത്തകരുടെ അടുത്ത നീക്കം പോലീസിന്റെ?
വാഹനത്തിലേക്ക് ഒരു പ്രവർത്തകനെ പരിക്കേറ്റിട്ടുണ്ട്. ആ പ്രവർത്തകനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പോലീസിന്റെ ആംബുലൻസ് വന്നിട്ടുണ്ട്. ആംബുലൻസിൽ പ്രവർത്തകനെ കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 വട്ടമാണ് പോലീസ് പ്രവർത്തകനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ പ്രവർത്തകരാരും തന്നെ പിരിച്ചുപോകാൻ കൂട്ടാക്കിയിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ജലപീരങ്കി പ്രയോഗിക്കുന്നത് മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നടപടി. പക്ഷേ പോലീസ് സംയമനം പാലിച്ച് നിൽക്കുന്നുണ്ട്. അവർ ലാത്തി, പോലീസിന്റെ ലാത്തിയൊക്കെ പ്രവർത്തകർ പിടിച്ചു വാങ്ങി കൊണ്ടുപോകുന്ന സ്ഥിതിയെ കൊണ്ടുവന്ന ലാത്തി പിടിച്ചു വാങ്ങി ഒന്നിച്ചു കളയുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് വലിയ രീതിയിലുള്ള പ്രകോപനം പ്രവർത്തന ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഒരു വശത്ത് ഇപ്പോൾ പ്രവർത്തകർ MG റോഡ് ഉപരോധിക്കുകയാണ്. അങ്ങനെ പല ചേരി തിരിഞ്ഞ് പലയിടത്തായിട്ട് നിന്നാണ് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. ചിലർ ഈ ജലപീരങ്കി വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്, ചിലർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കെട്ടിയ ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധിക്കുന്നു. ചില പ്രവർത്തകർ ഇപ്പോൾ MG റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നത്. അങ്ങനെ പല ദിക്കിലായിട്ട് നിന്നാണ് യുവമോർച്ചയുടെ ഒരു പ്രതിഷേധം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ ഇത്രയും നേരമായിട്ടും തിരിഞ്ഞു പോകാൻ ഉണ്ടാക്കിയിട്ടില്ല. 12:45 ഈ ഒരു സമരം ആരംഭിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. 10 കൊല്ലം ഈ പിണറായി സർക്കാർ ഭരിച്ചിട്ടും വിശ്വാസികൾക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. വിശ്വാസികളെ വഞ്ചിക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ദേവസ്വം മന്ത്രിയുടെയും അതുപോലെ ദേവസ്വം ബോർഡിന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരവുമായിട്ട് സെക്രട്ടറി പ്രവർത്തകർ വന്നിട്ടുള്ളത് എന്നാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ദേവസ്വം മന്ത്രിയും ബോർഡും രാജിവെക്കണം. അതുവരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പോയ ശേഷവും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രകോപനം യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പോലീസിന്റെ വടിയും അതുപോലെ കല്ലും വലിച്ചെറിഞ്ഞ് പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി കുടിക്കുന്നു. അതിനിടയിൽ ഒരു പ്രവർത്തകൻ ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. പ്രവർത്തകനെയും കൊണ്ട് ആംബുലൻസ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. ഈ യുവമോർച്ച പ്രവർത്തകരെ തന്നെ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടുമില്ല. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ കെട്ടടങ്ങിയിട്ടില്ല. യുവമോർച്ച നടത്തിയ മാർച്ചാണ് അക്രമാസക്തമായത്. പലതവണ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും തുടരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകും. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഏറ്റുമാനൂരിൽ നിന്നാണ്. കോട്ടയം ഏറ്റുമാനൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി VN വാസവന്റെ വസതിയിലേക്കാണ് മാർച്ച് നടത്തിയത്. മാർച്ച് നടത്തിയ പ്രവർത്തകരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ പോലീസ്. നേരത്തെ മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ബാരിക്കേഡ് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. പക്ഷേ റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെയാണ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കുന്നത്.